ബിന്ദു കൃഷ്ണ നമുക്കൊപ്പം ടെലിഫോണിൽ. ശ്രീമതി ബിന്ദു കൃഷ്ണ, അത്യന്തം ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? അങ്ങേയറ്റം ദാരുണമായൊരു സംഭവമാണ് ഉണ്ടായത്. രാവിലെ ഉണ്ടായെങ്കിലും വളരെ വൈകിയാണ് നമ്മളെല്ലാം ഇത് അറിയുന്നത്. അനാസ്ഥയുടെ, കെടുകാര്യസ്ഥതയുടെ ഫലമായിട്ടൊരു ജീവൻ നഷ്ടപ്പെട്ടു, ഒരു കുഞ്ഞിന്റെ ജീവൻ. അതുവഴി ഒരു കുടുംബത്തിന്റെ സകല പ്രതീക്ഷയും. സ്കൂളുകളും ഇതുപോലെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ ഏറ്റവും കൃത്യതയോടെ സുരക്ഷിതത്വത്തോടെ വെക്കണമെന്നാണ് നിയമവും, അതാണ് ഉത്തരവാദിത്വം എന്നറിയാമെങ്കിലും ഇത്രയും ഉദാസീനതയോടുകൂടി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ അധികാരികൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് മനസ്സിലാകുന്നില്ല. സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ അവർ പരാതി കൊടുത്തു എന്ന് പറയുന്നു, ഈ വൈദ്യുതി ലൈൻ നീക്കണമെന്ന്. പരാതി കൊടുത്തോ, ഒരു പരാതി എഴുതി കൊടുത്തോ അല്ലെ വിളിച്ചു പറഞ്ഞോ അവസാനിപ്പിക്കേണ്ടതാണോ? അത് ഒരിക്കലുമല്ല. പ്രത്യേകിച്ച് മഴക്കാലമാണ്. വൈദ്യുതി കമ്പികൾ എവിടെയായാലും വളരെ സുരക്ഷിതയോടെ അത് ക്രമീകരിക്കേണ്ടത് മനുഷ്യരുടെ ജീവന സുരക്ഷിതത്തിന് ആവശ്യമാണെന്നിരിക്കെ, എല്ലായ്പ്പോഴും മുന്നറിയിപ്പും കാര്യങ്ങളും ഉണ്ടെന്നിരിക്കെ അങ്ങേറ്റം കെടുകാര്യസ്ഥതയോടുകൂടി അത് കൈകാര്യം ചെയ്തു. മാത്രമല്ല, സ്കൂളിന്റെ കെട്ടിടത്തിന്റെ പഴക്കം, ഇതല്ലെങ്കിൽ മറ്റു തരത്തിൽ അപകടം വരുന്ന രീതിയിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളെ അങ്ങേയറ്റം മോശമാക്കുന്ന സമീപനമാണ് വിദ്യാഭ്യാസ വകുപ്പിനുള്ളതെന്ന് ഇതുപോലെ പല കാഴ്ചകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പള്ളിയല്ല പള്ളിക്കൂടമാണ് പണിയേണ്ടതെന്ന് മുദ്രാവാക്യം വിളിച്ചാൽ മാത്രം പോരാ. പള്ളിക്കൂടം ഉള്ളത് സംരക്ഷിക്കുകയും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലടക്കം 3 അടച്ചുപൂട്ടിയത് അടക്കമുള്ള വീഴ്ചകൾ മറുഭാഗത്ത് നിൽക്കുമ്പോൾ ഉള്ള തേവലക്കരയിലെ ഈ സ്കൂൾ അതുമായി ബന്ധപ്പെട്ട് KSEBക്ക് പരാതി നൽകിയിരുന്നു എന്ന കാര്യം അങ്ങ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ടോ? അത്തരത്തിൽ സ്കൂൾ അധികൃതരോ നാട്ടുകാരോ അങ്ങേക്ക് വിവരം നൽകിയിട്ടുണ്ടോ? പറഞ്ഞു കേട്ടതാണ്. എനിക്കും, ഞാൻ അവിടെ അല്ല ഉള്ളത്. പത്മരാജ് സാർ മരിച്ചതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ കഴിഞ്ഞില്ല, ഇവിടെയാണ് ഉള്ളത്. പക്ഷെ അവിടെ നിന്ന് വിളിച്ചവർ പറഞ്ഞത് ഇങ്ങനെയാണ്, പരാതി കൊടുത്തിരുന്നു, എന്നിട്ട് നടപടി ഉണ്ടായില്ല എന്നാണ്. അത് എത്രത്തോളം കൃത്യമാണ് എന്നതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. അവിടെ ഉള്ള നാട്ടുകാരാണ് എന്നോട് പറഞ്ഞത്. അധ്യയന വർഷം തുടങ്ങിയിട്ട് 1 മാസമൊക്കെ ആവുന്നുള്ളൂ. ഇത്തരത്തിലൊരു അപകടാവസ്ഥ ഉണ്ട് എന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും അങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടതാണ്. അറിയിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ശരിയാണോന്ന് ഇനി സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്കറിയാലോ, ഈ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ സ്കൂളുകളിലും മുന്നൊരുക്കങ്ങൾ നടത്തും. കുട്ടികൾ വരുമ്പോഴേക്കും ഏറ്റവും സുരക്ഷിതമായ അവസ്ഥയിൽ അവർക്ക് പഠിക്കാൻ സാഹചര്യം ഒരുക്കുന്നതിന് എല്ലാ ക്രമീകരണങ്ങളും നടത്താറുണ്ട്. അതൊരു വളരെ കൃത്യമായി എല്ലാ വർഷവും നടക്കുന്നതാണ്. ഇതുപോലെ അത് കണ്ണൻ നൽകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വിവരമുണ്ട്. ഈ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ CPM നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റ് സ്കൂളാണ്. ഈ CPM നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റ് സ്കൂളിലാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടായത് എന്നതാണ് കണ്ണനായി റിപ്പോർട്ട് ചെയ്യുന്നത്. തേവലക്കര സ്വദേശി മനോജ് സുജ ദമ്പതികളുടെ മകനാണ് മിഥുൻ എന്ന വിവരം കൂടി പുതുതായി പങ്കുവയ്ക്കുന്നുണ്ട്.